ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലം. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ്. മെയ് മാസത്തിലെ ഫലം പറയുമ്പോൾ ഗ്രഹങ്ങളുടെ ഗോചരാലുള്ള സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ധനു രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാനായിട്ട് ഭാഗ്യവും ദൈവാധീനവും നല്ലതുപോലെ ഉള്ള ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം അത് സുഖസ്ഥാനത്തിൻ്റെ അധിപനാണ്. അത് നിവൃത്തിസ്ഥാനമായ 7-ാമിടത്ത് മിഥുനം രാശിയിൽ നിൽക്കുമ്പോൾ വളരെ ദൈവാധീനം ഉള്ള ഒരു സമയമാണ്. പല കാര്യങ്ങൾക്കും വിജയങ്ങൾ വന്നു ചേരും. അതായത് പ്രായമായവരെ സംബന്ധിക്കുന്നിടത്തോളം കൊച്ചുകുട്ടികളായാണ് എങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണ് എങ്കിൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ധൈര്യവും വീര്യവും ഒക്കെ ആവശ്യത്തിന് വന്നു ചേരുകയും എന്നാൽ അധിക സാഹസികതമായ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിജയം വന്നു ചേരുക, അത് തൊഴിൽ രംഗമായാലും മറ്റ് പ്രവർത്തനങ്ങളിലും കുടുംബത്തും ഒക്കെ പൊതുവെ നല്ല സമാധാനവും ഒക്കെ ഉള്ള സമയം. പാരമ്പര്യ വിധി അനുസരിച്ചുള്ള ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബത്തിൽ നിന്നോ ഒക്കെ ഒരു സമ്പത്ത് വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ഭൂമിയായാലും സ്വർണമായാലും അതല്ല ധനമായാലും ഒക്കെ കിട്ടുവാനൊക്കെ യോഗമുണ്ട്. ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹങ്ങൾ കിട്ടുവാൻ യോഗമുള്ള ഒരു മാസം. കാർഷിക രംഗത്ത് നിന്ന് ആദായം ലഭിക്കുവാൻ യോഗമുണ്ട്. പല രീതിയിൽ ഒരു കൃഷി തന്നെയല്ല, നിരവധിയായ കാര്യങ്ങൾ ഉണ്ടല്ലോ. അത് വിലയ്ക്ക് വിൽക്കണം എന്ന് തന്നെയില്ല, സ്വന്തം ഉപയോഗത്തിനായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ സ്വന്തം കൃഷിയിടങ്ങളിൽ ഒക്കെ കിട്ടുവാൻ ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു മാസമാണ്. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ സന്തോഷകരമായ ഉല്ലാസയാത്രകൾ പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ അവസരങ്ങളുണ്ട്. ബിസിനസ് രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായാലും പുരോഗതികൾ സൂചകമാണ്. പുതിയ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ, പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം ഒക്കെ അങ്ങനെയുള്ളവരാണ് എങ്കിലും ഇനി അതല്ല മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒരു യുവാക്കളായാലും ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരോ പുതിയതായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കണം, അല്ലെങ്കിൽ ഉൽപ്പാദിത രംഗവുമായിട്ട് പ്രവർത്തിക്കണം, ഒരു ഏജൻസി തുടങ്ങണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന കാര്യം. ദാനധർമാദികൾ ചെയ്യുന്നതിനും പുണ്യകാര്യങ്ങൾ ഏർപ്പെടുന്നതിനും ഒക്കെ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകാം. പ്രണയഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് പ്രതിഭാസ്ഥാനത്ത് നിൽക്കുമ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അതിന് പ്രചോദനം നൽകും. 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. കടങ്ങളൊക്കെ വീടുവാനായിട്ട് യോഗമുണ്ട്. പലതരത്തിലും ഉള്ള കടങ്ങളൊക്കെ വീടുന്നതിനോ ഒക്കെ സൂചന കാണും. ധനച്ചിലവ് വർദ്ധിക്കുന്നതിന് സൂചനയുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ മാസം വന്നു ചേരുന്ന ധനം ദൈനംദിന കാര്യങ്ങൾക്ക് ഒക്കെ തികയാതെ വരുന്ന ഒരവസ്ഥ. ആ സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ ബന്ധുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാകുന്ന ഒരു മാസവും കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോയിട്ട് മാറ്റങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്.
സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. അതായത് പ്രായമായ മാതാപിതാക്കളെ സംബന്ധിക്കുന്നവർത്തോളം, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളായിട്ട് മക്കളായിട്ടുള്ളവർക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലും, പ്രായമായ മക്കളൊക്കെ ഉള്ളവർക്ക് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് അവർക്ക് ജോലി കിട്ടുന്നതിന് ഒക്കെ നല്ല യോഗമാണ്. അതുപോലെ തന്നെ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിൽ കുറച്ച് ഭൂമി വാങ്ങണം എന്ന് വിചാരിച്ച് കുറച്ച് ധനമേ ഉള്ളൂ കയ്യിൽ എങ്കിൽ അതിന് മറ്റ് എന്തെങ്കിലും ഒരു മാർഗം കൂടി തെളിഞ്ഞ് ഒരു ഭൂമി വന്നു ചേരുവാനൊക്കെ നല്ല യോഗമുണ്ട്. ഓഹരി വിപണി വഴി നേട്ടം കിട്ടുവാൻ ആ രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൂടാതെ ഈ ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവർ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്ങിലൊക്കെ ഏർപ്പെടുന്നവർക്കും വളരെ നല്ലതാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു ധന ആഗമന യോഗം കിട്ടുവാനായിട്ട് ധനു രാശിക്കാർക്ക് യോഗമുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ തുകയ്ക്കൊക്കെ എങ്കിലും ഒരു ലോട്ടറി അടിക്കുവാനൊക്കെ യോഗമുണ്ട്. ഒരുപാട് ലോട്ടറി എടുത്ത് കാശ് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരികയില്ലല്ലോ. എങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇടയ്ക്കാണെങ്കിലും ഒരു ലോട്ടറി എടുക്കുക. ഒന്നാം സമ്മാനം തന്നെ എല്ലാവർക്കും അടിക്കണമെന്നില്ല, എങ്കിലും ചെറിയ ഭേദമായ ഒരു തുക കിട്ടിയാലും വലിയ കാര്യമാണല്ലോ. അത് ഒരു ലോട്ടറി എടുത്താൽ മതി അടിക്കാനായിട്ട്. ഒത്തിരി രൂപ മുടക്കി എടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഭാഗ്യമില്ലാത്ത സമയമാണെങ്കിൽ ഒന്നും അടിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് വിദേശം. സ്വന്തം നാട് വിട്ടു പോകുന്നതിനും അതിനുവേണ്ട പരീക്ഷ എഴുതി പാസ്സാകുന്നതിനും പേപ്പർ വർക്കുകളൊക്കെ മുൻപോട്ട് പോകുന്നതിനൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. ജലരാശി അധിപനും പ്രവൃത്തികാരകനുമായ ചൊവ്വ 12ാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടി വഹിച്ച് പ്രതിഭാസ്ഥാനത്ത് 5ാമിടത്ത് നിൽക്കുമ്പോൾ ആ ജലരാശി അധിപനായിരിക്കുന്ന വ്യാഴം രാശിയിലേക്ക് തന്നെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും ശുക്രനും ബുധനും ഒക്കെ സ്ഥിതി അനുസരിച്ചും അങ്ങനെ അംശബലം ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ രാജയോഗപ്രദമായ ഒരു മാസമാണ് മെയ് മാസം. അത് ഹംസയോഗം എന്നാണ് പറയുന്നത്. വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗം ഏതാനും ദിവസങ്ങൾ ഒക്കെ കിട്ടുക വഴിയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഭാഗ്യങ്ങൾ പെട്ടെന്ന് വാക്ക് പറഞ്ഞൊക്കെ സാധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അതിൻ്റേതായ ഒരു പുരോഗതിയൊക്കെ വന്നു ചേരും. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോവുക, അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. അതുപോലെ തന്നെ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക, ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.